ഇപ്പം ചുക്ക് ചേരാത്ത കഷായം ഉണ്ടോ എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിൽ ഊറ്റാലിങ്കലില്ലാത്ത എന്ത് പരിപാടി. വൈകിട്ട് എന്താ പരിപാടി? ഊറ്റാലിങ്കലില്ലാത്ത പരിപാടി വല്ലതും ഉണ്ടോ? ആഗോള സംഗമങ്ങൾ, കോൺക്ലേവുകൾ, ആദരിക്കൽ ചടങ്ങുകൾ, എന്തുമായിക്കോട്ടെ, അവിടെ എല്ലാത്തിലും നടുനായകത്വം വഹിക്കാൻ ഊറ്റാലിങ്കലുണ്ടല്ലോ. 10-15% കൂട്ടി അങ്ങോട്ട് കൊടുത്താലും പരിപാടി വർക്ക് കിട്ടുന്നത് ഊറ്റാലിങ്കലിന്. സർക്കാരിൻ്റെ കമ്പനിയൊക്കെയാണെന്നാണ് സുപ്രീം കോടതി വരെ പോയി പറഞ്ഞിരിക്കുന്നത്. എന്തോ 299 കോടിയാണ് നീക്കി വച്ചിരിക്കുന്നത്. വയനാട് ടൗൺഷിപ്പ് 178 വീടുകൾ. ആ വീടുകളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. മരപ്പെട്ടി ഓടിക്കണോ? ഊറ്റാലിങ്കൽ. സ്വിമ്മിംഗ് പൂള് പണിയണോ? ഊറ്റാലിങ്കൽ. ചുറ്റുമതിലിന് വീതി കൂട്ടണോ? ഉയരം കൂട്ടണോ? ഊറ്റാലിങ്കൽ. ഇനിയും കമ്പ്യൂട്ടർ വൽക്കരണം വേണോ? അതും ഊറ്റാലിങ്കൽ. ഇനിയും വേറെ ശബരിമലയിലെ അവിടെ ഊറ്റാലിങ്കലിനെ എന്ത് പടയിൽക്കാരി എന്ന് പറയുന്ന പോലെയാണ്. അവിടെയും എല്ലാം ഊറ്റാലിങ്കൽ. 3 കോടി എന്ന് പറയും, 7 കോടിയുടെ ബില്ല് വരും. പരിപാടി അവതരിപ്പിക്കാത്ത നന്ദഗോപൻ്റെ പേര് വരെയാണ് ബില്ല് പോയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഈ ഒരു സിഇഒയെ കാണാൻ തന്നെ കഴിഞ്ഞതിൽ വലിയ അടിയങ്ങളുടെ മഹാഭാഗ്യം. ഇതോടുകൂടി ഊറ്റാലിങ്കലിനെ പിടി വീഴുമെന്നാണ് നമ്മുടെ മൂന്നാറിലെ കയറുവരി ശാസ്ത്രജ്ഞനൊക്കെ പറയുന്നത്. എല്ലാത്തിനും ഒരു ഇറക്കവും ഉണ്ടല്ലോ എൻ്റെ കയറുവരി. ലെറ്റ് അസ് സീ എന്നല്ലാതെ എന്തു പറയാൻ. ഇനിയും വരുന്നവന്മാരും ഊറ്റാലിങ്കൻ്റെ കയ്യിലെ കളിപ്പാവയല്ലെന്ന് ആര് കണ്ടു?